പിന്നെ മൂന്നാല് പപ്പടം കൂടി കാച്ചിക്കോട്ടെ, അവർക്ക് പപ്പടം വലിയ ഇഷ്ടമാണ്. ആ അമ്മേ, ഞാൻ പാക്കറ്റിലുള്ള മുഴുവൻ കാച്ചിക്കോളാം. ഇനിയിപ്പോ തികയാണ്ട് വരണ്ടല്ലോ. കല്യാണം കഴിഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് താമസിക്കാൻ വരുന്നത്. ഇതുവരെ അവളുടെ ഭർത്താവിന്റെ ഒപ്പവും കുടുംബത്തിന്റെ ഒപ്പം അല്ലേ വന്നിരിക്കുന്നത്. ഇനി അവളോട് കുറച്ചു ദിവസം നിൽക്കും. അവൾക്ക് വേണ്ടത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം മോളെ. ആ അമ്മേ, കല്യാണം കഴിഞ്ഞ ശേഷം നാത്തൂനെ എനിക്ക് സംസാരിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ അവര് വരും, വിരുന്നൊക്കെ ആയിട്ട് ഓരങ്ങ് പോകും. ഇപ്രാവശ്യം വേണം നന്നായി സംസാരിക്കാൻ. അമ്മ നാത്തൂന് ഇഷ്ടമുള്ള എന്തൊക്കെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് എന്തേ അറിയാത്തുണ്ടെങ്കിലേ ഞാൻ ചോദിക്കാം, അമ്മ പറഞ്ഞാ മതി കേട്ടോ. പപ്പടം കഴിച്ച് കഴിഞ്ഞെങ്കിലേ അതങ്ങ് നിർത്തിക്കാം മോളെ. പിന്നെ പോയിട്ട് മേലെ മുഴുവൻ ഒന്ന് തട്ടിയടിക്ക്. എന്നിട്ട് അവളുടെ കിടക്കന്റെ വിരിയൊക്കെ നല്ലോണം വിരിച്ചു വെക്ക്. പിന്നെ അവളുടെ വാഷ്റൂമിലെ പിന്നെ എന്തെങ്കിലും ഷാമ്പോ സോപ്പോ എന്തെങ്കിലും ഇല്ലെങ്കിൽ വേഗം പറയും. അച്ഛനടുത്ത് പറഞ്ഞ് വാങ്ങി വെക്കാലോ. ആ അമ്മേ, നോക്കാം. മതി, ഓഫ് ആക്കിക്കോ. ഇതെന്താ അത്, ഒന്ന് പപ്പടം കച്ചി പോകുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് എണ്ണയായി. 1/2 ലിറ്റർ എണ്ണയുണ്ട് ഇവിടെ മുഴുവൻ തെറിച്ചിരിക്കുന്നത്. വൃത്തി കുറച്ച് കുറവാണെന്നാ തോന്നുന്നത്. പക്ഷേ ഞാൻ വേഗം കഴിക്കും. ഒരു പഴവും കൊണ്ട് എന്ത് കളിക്കും? 3 പഴമൊക്കെ കഴിക്കും. അതെ അമ്മ, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇതൊന്നും എനിക്ക് മുഴുവനാക്കാൻ പറ്റുന്നില്ല. വെറുതെ അല്ല ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. അവള് നോക്ക്, ഇത്ര പോലെ തടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കണ്ടേ മര്യാദക്ക്? പിന്നെ എങ്ങനെയാ തടി വെക്കുക? അവള് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ തടിയുണ്ട്. പിന്നെ എവിടെ നിന്ന് തടി? നിന്റെ അത്രേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ നല്ലോണം തിന്നുന്നുണ്ട്. തിന്ന് തടിച്ചതാ. അതിനെന്താ അമ്മേ, അവള് കഴിക്കട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്. അവൾ എത്ര വേണമെങ്കിലും കഴിച്ചോട്ടെ, അതിനെനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. എവിടെന്നോ വന്ന കുട്ടിക്ക് ഞാൻ ഇഷ്ടംപോലെ കഴിക്കാൻ കൊടുക്കണം. എന്റെ മോളോടെ പട്ടിണിയും കിടക്കുന്നു. പിന്നെ ഞാൻ അവിടെ പട്ടിണിയല്ലേ കിടക്കുന്നത്. അവിടെ നല്ല സുഖ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കഴിക്കാഞ്ഞിട്ടാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ കവിളെ കൊട്ടിയിട്ട് കാണുമ്പോഴേ എനിക്ക് സങ്കടം തോന്നിയിട്ട് പറയാ. പിന്നെ നീ ഒരു പണി അവിടെ എടുത്തു കൊടുക്കണ്ട. എന്തെങ്കിലും ലേശം അങ്ങോട്ടും വെച്ചാൽ മതി. കാരണം ഇവിടെ ഒരു പണിയും ചെയ്യാത്ത കുട്ടിയല്ലേ നീ. അവിടെ പോയി പണിയെടുത്ത് വലുതായിരിക്കും എന്നാ. പിന്നെ അതിന് മാത്രം പണിയൊന്നും എനിക്ക് അവിടെ ഇല്ല. അല്ല, മൃദു അവിടെ? മൃദു മിണ്ടാതിരിക്കുക അവിടെ. അവൾ അവിടെ എന്തെങ്കിലും പണിയെടുത്തോട്ടെ. അവള് വന്ന് കഴിച്ചോട്ടമ്മേ. അയ്യോ, ഇത് അവള് കൊഴിക്കാൻ കൊടുക്കാനില്ല. ഇത് സീതച്ചിന്റെ വീട്ടിലുണ്ടായതാ. നല്ല നാടൻ പഴവാ. കഴിഞ്ഞു, ഇതേ ഉള്ളൂ. നീ വന്നിട്ട് തരാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചാൽ ഞാൻ കുറച്ചു പേരും തരാൻ എനിക്ക്. നീ പോയി ഡ്രസ്സൊക്കെ മാറ്റി, അവളെ പിന്നെ കാണാം. നിങ്ങൾ രണ്ടാളും കൂടി കണ്ടിട്ടുണ്ടെങ്കിലേ ഇവിടെ ഒരു പണി നടക്കില്ല. നീ റൂമിലേക്ക് വയ്ക്കാം മോളെ. എന്തിനാ അമ്മ രാവിലെ തന്നെ പയറരിയുന്നേ? ഉച്ചയാകുമ്പോഴേക്ക് ആക്കിയാ പോരെ? ഞാൻ ചെയ്യുമായിരുന്നല്ലോ. നീ എപ്പോ ചെയ്തിട്ടാകാനാണ്? 3 മണിക്കാണോ ചോറ് കഴിക്കുന്നത്? പെമ്പിള്ളേരായാലേ 4-4:30 ആകുമ്പോഴേക്കും കിടന്നഴിച്ച് വരണം. അപ്പുറം ഇപ്പുറം പെമ്പിള്ളേരൊക്കെ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നത്. ഇവിടെ കുറച്ച് ഉറക്കം കൂടുതലാ. നിന്നെ വിശ്വസിച്ചിരുന്നാലേ എന്റെ മോള് പട്ടിണിയാകും. ഞാൻ ചെയ്തോളാം. ഞാൻ നേരത്തെ എണീക്കുന്നല്ല അമ്മേ. ഇന്നലെ ഞാനും ശ്രുതിയും സാറേ സംസാരിച്ച് ഉറങ്ങുമ്പോഴേക്കും ഒരു 11:30 മണിയായി. അതാ ലേറ്റ് ആയേ. അല്ലെങ്കിൽ ശ്രുതി എണീച്ച് വരുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴേ ചോറും കറി ആക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ കേടാവൂലേ. ഞാൻ എന്തായാലും ഇപ്പൊ ചായന്റെ പണി നോക്കട്ടെ. എന്തെന്നെ ആയാലും വീട്ടിൽ വന്നു കയറുന്ന പെണ്ണുങ്ങള് നേരത്തെ കാലത്ത് എണിച്ച് കുളിച്ച് അടിച്ച് വാരി തുടച്ച് എന്നിട്ട് അടുക്കളയ്ക്ക് കയറുക. എന്തൊരു ഐശ്വര്യമായിരിക്കും. അമ്മായിയമ്മമാർ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നവരെ കിടന്ന് ഉറങ്ങുകയല്ലേ വേണ്ടത്. ഇനി എന്ത് നോക്കി നിൽക്കുക? വേഗം ചായ ഉണ്ടാക്കാൻ നോക്ക്. ചായക്ക് എന്താ ഉണ്ടാക്കണ്ട അമ്മേ? ചപ്പാത്തി ഉണ്ടാക്കണോ അതോ പുട്ടോ? എന്തെങ്കിലും പോയി ഉണ്ടാക്ക്. വായി വെക്കാൻ കൊള്ളണം, അത്രയേ ഉള്ളൂ. എന്താ അമ്മ ഇത്? അമ്മേന്റെ സൗണ്ട് മേലെ എത്തുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ മോളുടെ ഉറക്കം പോയി. ഇന്നലെ രാത്രി എത്ര വൈകിട്ടാ പോയി കിടന്നത്? നീ ഉറങ്ങ്. ഇത് ഇവളൊരുത്തി കാരണമാണേ എപ്പോഴും ഇങ്ങനെ 6 മണിക്ക് കിടന്നടിച്ച് വരുന്ന മോളെ ഉറങ്ങിക്കോ. അതിനെന്തിനമ്മ അവളോട് ദേഷ്യപ്പെടുന്നത്? 6 മണിക്ക് എഴുന്നേറ്റ് വന്നില്ലേ? അവളും ഇന്നലെ എന്നെ പോലെ വൈകിട്ട് തന്നെ പോയി കിടന്നേ. വീട്ടിലൊരാള് വന്നാലേ ഇവിടെയുള്ള പെണ്ണുങ്ങൾ എന്താ ചെയ്യണത്? 3-3:30-4 മണിക്ക് എണിച്ച് അടുക്കളയിൽ കയറണം. ഇപ്പൊ എന്റെ മോള് എണീറ്റ് വന്നില്ലേ? നീ ഇനി എപ്പ ഉണ്ടാക്കിയിട്ട് കൊടുക്കാനാ? അമ്മ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ പോയി കിടന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു നീ പോയി കിടന്നോന്ന്, അവളോട് പറഞ്ഞു നേരത്തെ എണീറ്റ് വരണമെന്ന്. എന്നെ പോലെ തന്നെയല്ലേ അവളും. മൃദു, നീയും പോയി കിടന്നോ? മതി, എനിക്ക് വേണ്ടിട്ടാണെങ്കിൽ നീ ഇപ്പൊ തന്നെ കഷ്ടപ്പെടേണ്ട അടുക്കളയിൽ കയറിയിട്ട്. ഇല്ലടാ, എന്റെ ഉറക്കൊക്കെ പോയി. സാരമില്ല, ഞാൻ അതൊക്കെ ചെയ്തോളാം. എന്നാ പിന്നെ ഞാനും വരാം, ഒന്ന് കുളിക്കട്ടെ. നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും സഹായിക്കാം. വിരുന്ന് വന്നവളെ കൊണ്ട് പണിയെടുപ്പിക്കാനാണല്ലേ നീ ഇത്രയും നേരം ഉറങ്ങിയത്?
എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വീണ്ടും പോയി ഉറങ്ങും. ഇത് സൂര്യൻ അസ്തമിക്ക് മേടിച്ച് വന്നാൽ മതി. അവന് ഒരു പണി ചെയ്യണ്ടാകും. എന്റെ അമ്മേ, സമയം അത്രമാത്രം ഒന്നും ആയില്ലല്ലോ. ശ്രുതി കുളിച്ചു വരുമ്പോഴേക്കും ചായയൊക്കെ ആക്കിയാ പോരെ? അവള് വരുമ്പോഴേക്കും ആക്കണം. അല്ലെങ്കിൽ എന്റെ മോളെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ടിരിക്കണ്ട. ഇതൊന്നും പോരാ ഉള്ളി. ഇത് എന്ത് കളിയാ കളിക്കുന്നത്? വെളുത്തുള്ളി എടുത്തിട്ടില്ല, ഇഞ്ചി എടുത്തിട്ടില്ല. ഇന്നാ ഇതെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്. ആ വെളുത്തുള്ളിയെ കിട്ടോ? ഒരു തക്കാളി 2 മതി. വേഗം ആക്കണം. സമയം എത്രയായി എന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെയാ ചെയ്യണം എനിക്ക് മനസ്സിലായില്ല. എന്റെ മോളിപ്പോ വരാനായി. ഇത് കൊറേ സമയമായല്ലോ അടുക്കളയിൽ കിടന്ന് തിരിയണ്ട. വല്ലതും ആയോ? അമ്മേ, കറി ആയല്ലോ. എന്താ കറിയൊന്ന് നോക്കട്ടെ. ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ഉണ്ടോ? അയ്യേ, ഇത് എന്ത് കറിയാ? ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല. എനിക്ക് തോന്നില്ല അവള് കഴിക്കുന്നുള്ളത്. എന്താ അമ്മേ പ്രശ്നം? ഞാൻ നോക്കിയപ്പോ ഓക്കെ ആയിരുന്നല്ലോ. എന്തോ ഓക്കെ, ഇതിൽ ഉപ്പൂലും മുളകൂലും ഒന്നുമില്ല. നീ വെറുതെ വേണ്ടിക്കാൻ കാണിച്ചു കൂട്ടുക. എനിക്ക് പതാ തോന്നുന്നത്. അമ്മയല്ലേ പറഞ്ഞേ കുറച്ച് എരിവ് മതിയെന്ന്, അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയേ. ഇനിയും പെല്ല നീ എന്റെ തലക്കിട്ടോ. നീ അങ്ങ് പോയിക്കോ, ഞാൻ ചെയ്തോളാം. ഞാൻ നീ ഇരുന്ന പോലെ കഴിക്കുന്ന പോലെയല്ല. എന്റെ മോള് വന്നിരിക്കുക. പോകാൻ നോക്ക്, ഞാൻ ഇതെല്ലാം കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം ചോറ്. കുറച്ചും കൂടി ചോറ് കഴിക്കും മോളെ. മതിയം ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. മര്യാദക്ക് കഴിച്ചിട്ടൊന്നുമില്ല നീ. മൃദു നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടു. മൃദുവോ? ഇത് അവളുണ്ടാക്കിയ കറിയല്ല. ഒരു ഗുണവുമില്ല മോളെ. എന്തൊക്കെയോ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പറഞ്ഞ എല്ലാം ഇട്ട് നല്ലോണം ഇളക്കിയൊക്കെ കൂടി റെഡിയാക്കി തന്നതാ. വെറുതെ എന്തൊക്കെയോ കാറ്റി വെച്ചു. ശരിക്കും കറി ഉണ്ടാക്കിയത് അമ്മയാ. ഒന്നും അറിയില്ല അതിന്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ അമ്മ ഉണ്ടാക്കുന്ന കറിക്ക് വേറെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്തായാലും അവൾ ഉണ്ടാക്കിയതും കൂടി ആയപ്പോഴായിരിക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുക. ഓ, ഇന്നലെ വന്ന് കേറിയ പെണ്ണിനെ പൊക്കാൻ എന്താ ഇഷ്ടം. ഇവിടെയുള്ള അമ്മ ഉണ്ടാക്കി ഒരു നന്നായിട്ടില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയത്. അവൾ എന്തൊക്കെയൊക്കെ ഞാൻ പറഞ്ഞില്ല, വലിയ ഗുണമൊന്നുമില്ല ഉണ്ടാക്കാൻ. മീൻകറി ഉണ്ടാക്കാൻ അറിയില്ല, മരക്കറി പച്ചക്കറി ഉണ്ടാക്കാൻ അറിയില്ല. ഓ, വായിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാത്തിനും എന്റെ കൈ ഒന്ന് വേണോ ഇളക്കെ നോക്കെ. അവിടുത്തെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് അടുത്ത് പോയിട്ട് അങ്ങനെ പച്ചമുളകോ ഉള്ളിയൊക്കെ കട്ട് ചെയ്തു മതി. അങ്ങനെ ചെയ്താൽ അവളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യിപ്പിച്ചാൽ മതി. എന്നാല് കറിയൊക്കെ ഒന്ന് അമ്മേനെ ഉണ്ടാക്കിയോ? പിന്നെ എനിക്കതല്ലേ പണി, കറിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഇതിന് അവളെ കൊണ്ടുവന്നത്. ഇത്രയും കാലം വീട്ടിലെ പണി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്ത് മതിയായിട്ടാണ് മോനൊരു പെണ്ണെ കൊണ്ടുവന്നത്. ഇപ്പൊ മരുമോള് വന്നപ്പോ നീ പറയണു ഇനി എല്ലാ പണിയും അമ്മ ചെയ്യും, അവളെ കൊണ്ട് എന്തിനു പറയണെന്നുള്ളത്. പിന്നെ എന്തിനാ അവൾ ഇവിടെ മരുമോളായിട്ടിരിക്കുന്നത്? ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ആ ചേച്ചി പറയാ നീ ഉണ്ടാക്കിയ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാ അത് ഞാൻ തന്നെ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയെന്ന്. ഇനി ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ എന്റെ അടുത്ത് ചോദിക്കും, മുളക് പൊടി എത്ര ഇടണം, മല്ലിപ്പൊടി എത്ര ഇടണം എന്നൊക്കെ. തോന്നിയ പോലെ ഉണ്ടാക്കണ്ട മോളെ. കഴിക്കും. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് പറയിട്ടാ എടുത്തു തരാം. അതെ, ഇങ്ങനെ ഒന്നല്ല ചോറ് കഴിക്കുന്നത്, നല്ലോണം കഴിക്കുന്ന കുട്ടിയാ. കറി ഇഷ്ടപ്പെടാത്ത കാരണോ കുറച്ച് കഴിച്ചും കണ്ട് മതിയെന്ന് പറഞ്ഞത്. ശ്രുതി, ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടേ. അമ്മേ, ഞാനിപ്പോ നാളെ വരണമെന്നാ വിചാരിക്കുന്നേ. ആണോ? എന്നാ കുഴപ്പമില്ല. സുഖല്ലേ അമ്മയ്ക്ക്? ഇവിടെ എല്ലാവർക്കും സുഖം. ആണോ? ചേച്ചി വന്നിട്ടുണ്ടായിരുന്നോ? ആഹാ. എന്നാ പിന്നെ ഞാൻ അവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ടെഡി ബിയറാ. കുഞ്ഞാവയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഞാൻ ത്രെഡില്. അന്ന് വന്നപ്പോഴേ മോക്ക് ഇഷ്ടാന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചൊന്ന് പറയണേ എല്ലാവരോടും. എന്നാ ശരി ശരി ശരി. നിനക്കാരാ ചായ എടുത്തെന്ന്? ആരും എടുത്തന്നൊന്നും അല്ല, അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് കുടിച്ചു. ഇതാണ് ഞാൻ പറയുന്നത്, കുറച്ച് മര്യാദ കുറവാ. കുറച്ചല്ല, നല്ല മര്യാദ കുറവാ. ചായ ഉണ്ടാക്കേണ്ട അടുക്കളയിൽ വെച്ചാലേ മോൾ എങ്ങനെയാ കാണുക? എടുത്തങ്ങ് കൈകൊണ്ട് തരണ്ടേ? അമ്മയ്ക്ക് എന്താ അമ്മ?
മര്യാദ ഞാൻ തന്നെയാ പറഞ്ഞേ, ഞാനെടുത്ത് കുടിച്ചോളാന്ന്. അല്ലാണ്ട് അവളതിൽ ഒരു തെറ്റുമില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നീയേ അവളോട് ഒരുപാട് ലോകിയൊന്നും വെക്കണ്ട. നാത്തൂന്റെ സ്ഥാനത്ത് നിന്നാ മതി. നിന്റെ അനിയത്തിയൊന്നും അല്ലാല്ലേ അവള്, നിന്റെ ആങ്ങളുടെ ഭാര്യയല്ലേ, അത് മനസ്സിലാക്ക്. അവിടെയുള്ളവരെല്ലാം എന്നോട് നല്ല സ്നേഹത്തിലാ പെരുമാറുന്നത്. പിന്നെ നാത്തൂമാരെ കാര്യം പിന്നെ പറയണ്ട, അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാ. പിന്നെ ഞാൻ മാത്രം എന്തിനാ ഇവളോട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം? അത് അവിടെ, ഇത് വീട് മാറി. ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞു വേണം പെരുമാറാൻ. പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ അങ്ങനെ അവളോട് തുറന്ന് സംസാരിക്കണ്ട. ഇവിടുത്തെ ചോറും കറി ഉപ്പേരി സാമ്പാർ ഇങ്ങനെയുള്ള സംഭവം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പോലും ഇന്ന് വരയ്ക്ക് ഒരു കാര്യം അവള് തുറന്നു പറഞ്ഞിട്ടില്ല. അതിനെന്താ അമ്മേ, ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിന് മാത്രം രഹസ്യങ്ങളാണല്ലോ ഓരോ കുടുംബങ്ങളിലും ഉണ്ട്. ശ്രുതി, ഞാൻ അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെറിയമ്മന്റെ കാലുവേനെല്ലാം മാറിയെന്നാ പറയുന്നത്. ആ ഡോക്ടർ നല്ലതാണത്രേ. വേണമെങ്കിൽ അമ്മനെ അവിടെ കാണിച്ചോ. എന്നാ പിന്നെ ഞാൻ അമ്മേനോട് വിളിച്ച് പറയാം. അമ്മ കുറച്ചായി പറയുന്നത് കാലുവേദന കാരണേ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നല്ലൊരു ഡോക്ടറെ കിട്ടാനും വഴിയില്ല. ഏത് ഡോക്ടർ? അപ്പൊ നിന്റെ കുടുംബക്കാരെ മുഴുവൻ ഇവളോട് വിളമ്പിയോ? അവിടുത്തെ അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. നിന്റെ മനസ്സിലൊന്നുമില്ല, നീ എല്ലാം തുറന്നങ്ങ് പറയും. ഇപ്പൊ ഇവള് കണ്ടോ ചെയ്തത്? ഇവളുടെ കുടുംബക്കാരടുത്ത് മുഴുവൻ എത്തിച്ചില്ലേ ഇപ്പൊ അത്? അവളുടെ കാര്യങ്ങൾ എന്നോട് പറയുന്നില്ലേ? എന്തിനങ്ങനെ? ഇപ്പൊ മോളെ, എന്റെ മനസ്സിലൊന്നും വെച്ചിട്ട് ഞാൻ പറഞ്ഞതല്ല, രണ്ടാളുടെ മുമ്പിൽ ഞാൻ പറയല്ലേ. നിന്റെ കാര്യങ്ങൾ അവളോടും പറയണ്ട, അവളുടെ കാര്യങ്ങൾ നിന്നോടും പറയണ്ട. എന്റെ അടുത്ത് നീ പറയണ്ട നിന്റെ കാര്യങ്ങൾ. ഇതെന്തറിയോ, ഇവളുടെ അടുത്ത് പറയും, പിന്നെ ഇവളുടെ വീട്ടുകാരടുത്ത് കുടുംബക്കാരടുത്ത് അവരറിയും, ഇവരവർ നാട്ടുകാർ മുഴുവനും അറിയും. എന്തിനാണ് അമ്മ എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രുതി പുറത്തുനിന്നുള്ള ആളൊന്നുമല്ലല്ലോ, നമ്മുടെ വീട്ടിലെ ആൾ തന്നെയല്ലേ. അവൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു, ചെറിയമ്മേനെ കാണിക്കുന്ന ഡോക്ടർ നല്ലതാ, അതൊന്നും ജസ്റ്റ് വിളിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഇവിടെ നടക്കുന്നൊന്നും ആരോടും പറയുന്നില്ല. അല്ല മൃദു, എന്റെ രണ്ട് മക്കൾക്കും നാട്ടുകാരന്റെ അവരുടെ ഇവരുടെ കാര്യം അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുന്ന ശീലം രണ്ടാൾക്കും ഇല്ല. ഇവൾക്കും ഇല്ല, അവനും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, നിനക്ക് വല്ല വിഷമമായിട്ടുണ്ടെങ്കിലേ നീ എന്നോട് ക്ഷമിക്ക്. എന്തിനമ്മ ദേഷ്യം വന്നിട്ട് പോയത് കണ്ടോ? ഇതാണ് നിന്റെ അടുത്ത് ഞാൻ പറയുന്നത്, അറിഞ്ഞും കണ്ടോ അവളുടെ അടുത്ത് പെരുമാറുന്നുള്ളത്. ഇനി പറഞ്ഞാൽ മനസ്സിലാകണ്ടേ ഇവൾക്ക്? എനിക്ക് ഇങ്ങനത്തെ ഒരു നാത്തിനെ തന്നെയാട്ടോ ഞാൻ പ്രതീക്ഷിച്ചേ. എനിക്കും അങ്ങനെ തന്നെയാ. ഞാൻ അവിടെ ഒറ്റ മോളല്ലേ, കുറെ സിസ്റ്റേഴ്സ് ഉള്ള വീട്ടിലേക്കൊക്കെ വരാൻ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ എനിക്കൊരു ബോറടി ആയിരുന്നു. നമ്മുടെ രണ്ടാളുടെയും കല്യാണം ഒരുമിച്ചല്ലേ കഴിഞ്ഞ, അതാ പ്രശ്നമായ. അതെ, ഇപ്പോഴാണ് ഒരു സമാധാനമായത് മനസ്സിന്, കുറെ സംസാരിക്കാനൊക്കെ ഒരാളെ കിട്ടിയപ്പോ. അവിടുത്തെ അമ്മ എങ്ങനെയാ ശ്രുതി? അവിടുത്തെ അമ്മ നല്ലതാ, എന്നോട് പറയും വീട്ടിൽ പോയിട്ട് നിന്നോന്നൊക്കെ. ഇവിടുത്തെ അമ്മേനെ ഒന്ന് കൂട്ടാക്കിയാൽ മതി കേട്ടോ. മിണ്ടിയും പറയാനൊക്കെ ആളാവൂലേ. സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങ, അവിടെ നല്ല രസാ. അത് നടക്കും തോന്നില്ല, അമ്മ സമ്മതിക്കൂല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ട്രിപ്പ് പോയാലോ? ആ, അത് കൊള്ളാട്ടോ. എന്നാ പിന്നെ നമുക്ക് അമ്മേനെ അങ്ങോട്ട് ഒഴിവാക്കാം. ശരത്തും മൃദുവും പിന്നെ ഞാനുമായിട്ട് ഫാമിലി ആയിട്ട് നമുക്ക് വേറെ പോവാം. വേറെ ട്രിപ്പ് പോവാം, നല്ല രസമായിരിക്കും അല്ലേ. പിന്നെ എന്താന്നറിയാം മൃദു, നീ വേണേ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചോ. ഇവിടെ ആകുമ്പോ എപ്പോഴും ചിലപ്പോ ഈ അമ്മായിമ്മ വരുമ്പോൾ എന്നുള്ള അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിട്ട് ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ ഇരിക്കുന്നേക്കാളും ഭേദമാണ്. അപ്പൊ നിനക്ക് ചിലപ്പോ ടെൻഷൻ ഉണ്ടാവും. ഏട്ടനോടൊന്ന് പറയണം. അവൻ സമ്മതിക്കും. അത് ശരി. സ്വന്തം മോളെന്നെ അമ്മനെ കുറിച്ച് കുറ്റം പറയണം, അത് മരുമോളോട്. അമ്മ ഞാനൊരു ജോക്ക് പറഞ്ഞതാ, അല്ലാണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല. അമ്മ ഇവിടെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടൊക്കെ നടക്കാൻ സമ്മതിക്കേ. അതൊക്കെ എന്റെ അമ്മായിമ്മ. ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണും, ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകും, ഒരു കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലിയാ. അങ്ങനെ ആയാല് അവക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. അമ്മ എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ച് അവളോട് ചിരിക്കാണ്ട് മിണ്ടാണ്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലേ അത് അവക്കൊരു വിഷമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അതിനെ നിന്റെ സ്വഭാവം നല്ലതായത് കൊണ്ട് നിന്നെ വളർത്തിയത് ഞാനല്ലേ. അപ്പൊ നീ ആ ഗുണം അവിടെ പോയി കാണിച്ചു, അപ്പൊ നിന്നെ അവര് നല്ലപോലെ സ്നേഹിക്കും. ഇതിപ്പോ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും നല്ല മരുമക്കന്മാര് കിട്ടണമെന്നില്ലല്ലോ. അതെ, അവിടെ 100 പണി കിടക്കുന്നു. ആ സമയത്താണ് നീ സോഫയിൽ വരുന്നത് ചിരിച്ചും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ പണിക്ക് ആളെ വെച്ചിട്ടുണ്ടോ? എന്റെ അനിയത്തിന്റെ ഫോൺ വന്നപ്പോ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയതാ. ഇതപ്പോ തിരിച്ചു പോയി രണ്ടും കൂടി എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണോ? ആ ചൂല് മുറ്റത്ത് കിടക്കുന്നു, അതെന്താ? അമ്മ ഞാൻ പണികളൊക്കെ തീർത്തു. അടിക്കാൻ നേരം മഴ പെയ്തപ്പോ ചൂലോടിട്ട് വന്നതാ. നിനക്ക് എന്ത് ചോദിച്ചാലും ഒരു മറുപടി ഉണ്ടല്ലോ. നീയേ ഈ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യ്, അവിടെ ആകെപ്പാടെ വൃത്തികേടായി കിടക്കുന്നു. അമ്മേനെ അടുക്കളയിൽ എന്ത് കുഴപ്പമുള്ള? അടുക്കള നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത്. ഞാനും മൃദു ഇപ്പൊ അവിടെ നിന്നാ വരുന്നേ. എന്ത് വൃത്തിയുണ്ടെന്ന്?
നിനക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് കൂടുതലാണ് ശ്രുതി. നീ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇട്ടങ്ങ് പോകും. പിന്നെ എനിക്ക് വലിയൊരു തലവേദനയാകും. ഇനിയിപ്പോ ഞാൻ ഇവളോട് എന്തെങ്കിലും പണി പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നിങ്ങളുടെ മോൾ അവിടെ ആ പണി ചെയ്യുന്നില്ല ഈ പണി ചെയ്തില്ല പറഞ്ഞാൽ അവളോട് മിണ്ടാതിരും. ഞാൻ എന്ത് ചെയ്യും? പിന്നെ ദിവസം ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും. നോക്കും മൃദു, നീ ഇവളുടെ വർത്തമാനമൊന്നും കേൾക്കണ്ട കേട്ടാ. ഇവൾക്ക് അത്രയ്ക്ക് വലിയ വിവരമൊന്നുമില്ല. ഇത്രയും കാലം നമ്മളിവിടെ എങ്ങനെയാണ് ചിട്ടയോടെ എന്റെ ചിട്ടയ്ക്ക് കഴിഞ്ഞത്, അതുപോലെ തന്നെ അങ്ങ് നീങ്ങിയാൽ മതി. നമുക്ക് അവിടെ എന്തെങ്കിലും പണി ഉണ്ടാ, നീ അങ്ങ് പോ. ആ അമ്മ. എന്റെ അമ്മ എന്തിനാ എപ്പോഴും അവളെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ? ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഇയാൾക്കോട് നിൽക്കാൻ തോന്നുന്നു? ഇത് കുറച്ചു നേരം ഉറങ്ങിയ പ്രശ്നം, കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഇല്ല എന്നുള്ള പ്രശ്നം, പണി ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ പ്രശ്നം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് നടന്നാൽ അവൾക്ക് നല്ല വിഷമാവില്ലേ? കല്യാണത്തിന് മുമ്പ് ഞാനിവിടെ ജീവിച്ചല്ലേ, ഈ ചിട്ടവട്ടങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പിന്നെന്താ അവളോട് മാത്രം ഇങ്ങനെ? അത് നീ എന്റെ മോളായതുകൊണ്ട്. മോള് മോൾ തന്നെയാ, മരുമോള് മരുമോൾ തന്നെയാ. എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മോളായിട്ടല്ലല്ലോ പോയത്, മരുമോളായിട്ട് തന്നെ അല്ലേ? എന്നിട്ട് അവരെന്നെ എത്ര നന്നായിട്ടാ സ്നേഹിക്കുന്നത്. അതേസമയം അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. കുറച്ചു നേരം ഒന്ന് എഴുന്നേക്കാൻ വൈകിയാല്, നീ എന്താ എണീക്കാൻ വൈകിയത്, 5 മിനിറ്റ് വൈകിയില്ലേ, ഇത് ഇത്രയും അന്താരാഷ്ട്ര പ്രശ്നമാക്കി അമ്മ അങ്ങോട്ട് മാറ്റും. കറിയിൽ ഇച്ചിരി ഉപ്പും മുളകും എന്തെങ്കിലും കുറഞ്ഞു പോയാല് എന്തിന് എത്ര നല്ല കറി ഉണ്ടാക്കിയാലും അമ്മ കുറ്റം മാത്രമേ പറയൂ, ഒരു നല്ല വാക്ക് പോലും പറയില്ല. ചൂല എങ്ങനെ അവിടെ ഇവിടെ കിടക്കണ്ട, എന്താ നീ മുറ്റം അടിക്കാത്തത്, മുറ്റം അടിക്കണം, എന്ത് മഴയാണെങ്കിലും അടിക്കണമെന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങും ആ ഭാവത്തിന്റെ പുറകെ. കുറച്ച് കഷ്ടമുണ്ടമ്മേ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴേ എന്റെ അമ്മായിനെ കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും നെഗറ്റീവ് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു ഇല്ലല്ലോ. അതേസമയം മൃദു അവളെ വീട്ടിൽ പോയാലും അവക്ക് അമ്മേനെ കുറിച്ച് എന്തെന്നാ പറയണ്ട, ഈ കുറ്റങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, പണ്ടത്തെ കാലമൊന്നും അല്ല. കുറച്ചൊക്കെ മരുമക്കളെ മനസ്സ് മനസ്സിലാക്കി അവർക്കനുസരിച്ച് മാറാനും നമ്മൾ പഠിക്കണം. അല്ലാണ്ട് വലിയ അമ്മായിമ്മയായിട്ട് പോസ് കളിക്കാൻ നിന്നാലേ അവളെ പാട്ടിനങ്ങോട്ട് പോകും, പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ലെ പിന്നെ ഈ അമ്മ പറയുന്നില്ലേ, അയ്യോ എന്റെ മരുമോള് മാത്രം നന്നല്ല, എന്റെ മരുമോള് മാത്രം നന്നല്ല എന്ന്, ആ നന്നല്ലാത്ത അവസ്ഥയിലേക്ക് അവളങ്ങോട്ട് മാറും. ഞാൻ അവളെ മനസ്സിലാക്കി എടുത്തോളം നല്ലൊരു മരുമോളെ അമ്മയ്ക്ക് കിട്ടിയത്. അത് അമ്മ അറിഞ്ഞും കണ്ടും ഒക്കെ സ്നേഹിച്ചു നിന്ന അമ്മയ്ക്ക് തന്നെ നല്ലത്. ഞാനിപ്പോ ഈ വീട്ടിൽ നിന്ന് പോയില്ലേ, ആ സ്ഥാനത്തേക്ക് വേറൊരു മോള് അമ്മയ്ക്ക് വന്നു. അങ്ങനെ കാണാവൂ. അല്ലാണ്ട് ഏതോ അന്യ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് കണ്ടാല് അവക്ക് എങ്ങനെയാ അമ്മ സന്തോഷത്തിൽ നിൽക്കാൻ പറ്റുക? അവക്ക് എങ്ങനെയാ അമ്മനെ സ്നേഹിക്കാൻ പറ്റുക? എടി, ഞാനൊരു നല്ലൊരു അമ്മായിമ്മയാകാൻ തന്നെ വിചാരിച്ചത്. നിനക്ക് ഓർമ്മയില്ലേ, ആ കുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറഞ്ഞില്ല, എന്ത് സ്നേഹത്തിലാണ് ഞാൻ പെരുമാറിയത്. പിന്നെ കല്യാണം കഴിഞ്ഞു നിലവിളക്കം കൊണ്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറി അതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയിട്ട് എന്തോ എനിക്കങ്ങനെ ആ കുട്ടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മോളെ. എന്റെ സ്വഭാവത്തിലൊക്കെ ആകെ ഒരു മാറ്റം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങനെ ഞാൻ ഒരുപാട് ചീപ്പായിട്ടുള്ളൊരു അമ്മായിമ്മയായടി. അമ്മ നല്ല ജീപ്പായി. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയും മാറാലോ. നീ ഇവിടെ എന്ത് ചെയ്യാ മോളെ? ഞാനിനി എന്ത് ചെയ്യാനാണ് അമ്മ, ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. അഥവാ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. മോളൊരു കാര്യം ചെയ്യും, അവൾ എപ്പോഴെങ്കിലും വരുന്നതല്ലേ, അവളോട് പോയി സംസാരിച്ചിരുന്നോ? നീ നോക്കൊന്നും വേണ്ട മോളെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് അവള് പോകും. അതുവരെ അവളുടെ കൂടെ പോയി പിന്നെ ഭർത്താവിനെ പറഞ്ഞ് സന്തോഷത്തിലിരിക്കും. ചായ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ഒരു പണിയും കാണുന്നില്ല. അമ്മായി അമ്മ കളിച്ച് കളിച്ച് ഉള്ള വേലയങ്ങ് പോകുന്നല്ലാണ്ട് ഇതില് വേറെ കാര്യമൊന്നും കാണുന്നില്ല.